നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. ഇന്ന് നമ്മൾ സാധാരണഗതിക്ക് നിർമാല്യ ദർശനം, ഗുരുവായൂർ നിർമാല്യ ദർശനം അതെല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ ഗുരുവായൂർ മാത്രമേ ഉള്ളൂ നിർമാല്യ ദർശനം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ചടങ്ങാണ്. രാവിലെ ഗുരുവായൂർ നിർമാല്യം തൊഴുതു തിരുവേനി എന്ന് പലരും പറയാറുണ്ട്. ആ നിർമാല്യ ദർശനത്തെ കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കുക. തലേ ദിവസം ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞ് നടയടച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വിളക്കൊക്കെ കൊളുത്തി ആ തലേ ദിവസത്തെ വേഷഭൂഷാദികളോടുകൂടി ദേവനെ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ തൊഴുന്നതാണ് നിർമാല്യ ദർശനം. തലേ ദിവസം ചാർത്തിയ മാലകളും പൂക്കളും ആടയാഭരണങ്ങളും ഉടയാടയും ഒക്കെ അതേപടി ഇരിക്കുന്ന ആ ഭഗവാനെ പിറ്റേ ദിവസം, അതായത് തലേദിവസം ചാർത്തി അത് തന്നെ ആ രൂപത്തിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ ഓരോ അമ്പലത്തിലും ഓരോ സമയമാണ് നിർമാല്യ ദർശനം എന്ന് പറയുന്നത്. ആ നിർമാല്യ ദർശന സമയത്ത് ആ ഭഗവാനെ കാണുന്നതാണ് അല്ലെങ്കിൽ ആ ഭഗവത് സമയത്ത് തൊഴുന്നതാണ് നിർമാല്യ ദർശനം എന്ന് പറയാം. ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിർമാല്യ ദർശനമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിർമാല്യ ദർശനം നടത്തുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐശ്വര്യത്തെ അല്ലെങ്കിൽ പ്രത്യേകമായി നിൽക്കുന്ന അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന സമയം കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് കൂടുതലായിട്ട് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ മാഹാത്മ്യങ്ങളാണ്. അത് ശിവക്ഷേത്രത്തിലായാലും വിഷ്ണു ക്ഷേത്രത്തിലായാലും ദേവീക്ഷേത്രത്തിലായാലും ശൈവ വൈഷ്ണവ ശക്തയമായി നിൽക്കുന്ന 3 സങ്കല്പത്തിലുള്ള ദേവി ദേവന്മാരാണ്. നമ്മൾക്ക് ഈ 33 കോടി ദേവങ്ങളെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ശൈവ വൈഷ്ണവ ശക്തയം. ശൈവ വിഭാഗത്തിലോ വൈഷ്ണവ വിഭാഗത്തിലോ ശക്തയ വിഭാഗത്തിലോ പെടാത്ത ഒരു ദേവീ ദേവന്മാരും നമുക്ക് കാണാറില്ല. അപ്പൊ അതിൽപ്പെട്ട ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ക്ഷേത്രത്തില് രാവിലെ നട തുറന്ന് ആ വിളക്കുകളെല്ലാം കത്തിച്ച് തലേ ദിവസത്തെ ഉടയാടയും ആഭരണാദികളും മാലകളും അതെല്ലാം കൂടെ ചൂടി നിൽക്കുന്ന ആ സമയത്തെ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. അതാണ് ഇതിന്റെ ഒരു തത്വം തന്നെ. ശരിക്ക് നമ്മളിപ്പോൾ ഒരു പ്രത്യേക കാര്യം, നമ്മളൊരു പ്രത്യേക വിഷയം നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായി നിൽക്കുന്ന ഒരു ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ന പോരായ്മകൾ തീർത്തു തരുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇന്ന ഗുണം നമുക്ക് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഇത്ര ദിവസം 21 ദിവസം നിർമാല്യ ദർശനം, 41 ദിവസം നിർമാല്യ ദർശനം, അങ്ങനെ നമുക്ക് കണക്ക് വെച്ച് ഭഗവാനെ തൊഴുത് അത് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. എപ്പോ തൊഴുതാലും നമുക്ക് അനുഗ്രഹകല വൃത്തിയായിട്ട് ലഭിക്കും, അത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നിർമാല്യ ദർശനത്തിന് കുറച്ചുകൂടി കൂടുതലായ ഫലങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പൊ എല്ലാ ദിവസവും തൊഴാത്ത ആൾക്കാർ, പറ്റാത്ത ആൾക്കാർ എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളിക്ക് നിർമാല്യ ദർശനം, ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളിക്ക് നിർമാല്യ ദർശനം, അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ശിവന്റെ അടുത്ത് നിർമാല്യ ദർശനം, വ്യാഴാഴ്ചയും ബുധനാഴ്ചയൊക്കെ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹം അങ്ങനെ പറയുന്ന വൈഷ്ണവാദി ക്ഷേത്രങ്ങളിലെ നിർമാല്യ ദർശനം, ഇതൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ഓരോ ഭഗവാനും ഓരോ രീതിയിലാണ് നമ്മളെ അനുഗ്രഹകല നൽകുന്നത്. അതിന്റെ കുറച്ചുകൂടെ ഉത്തരോത്തര അഭിവൃദ്ധിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് നിർമാല്യ ദർശനം നമുക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ തൊഴുമ്പോൾ ആ രാവിലത്തെ സമയത്ത് കൃത്യമായി നിൽക്കുന്ന നിർമാല്യ സമയത്ത് തന്നെ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ കണ്ടു തൊഴുത് നമ്മൾ എന്താണോ നമ്മുടേതായി നിൽക്കുന്ന നമ്മുടെ ഇംഗിതം അല്ലെങ്കിൽ നമ്മുടെ വിഷമം അല്ലെങ്കിൽ നമ്മുടെ സങ്കടം അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണർത്തിച്ചുകൊണ്ട് ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നിങ്ങൾ നിർമാല്യ ദർശനം നടത്താവുന്നതാണ്. ഈ നിർമാല്യ ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇപ്പൊ ദേവീക്ഷേത്രങ്ങളാണെങ്കിൽ 12 ചൊവ്വാഴ്ച അല്ലെങ്കിൽ 12 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 21 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 21 ചൊവ്വാഴ്ച, ശിവക്ഷേത്രത്തിലാണെങ്കിൽ 21 ഞായറാഴ്ച അല്ലെങ്കിൽ 21 ശനിയാഴ്ച, അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിച്ച് തൊഴാവുന്നതാണ്. ഇപ്പൊ അയ്യപ്പന്റെ ഒക്കെ ആണെങ്കിൽ ശനിയാഴ്ചകളിൽ വളരെ പ്രാധാന്യമാണ്. അതുപോലെ സുബ്രഹ്മണ്യനാണെങ്കിൽ ചൊവ്വാഴ്ച വളരെ പ്രാധാന്യമാണ്. അപ്പൊ അങ്ങനെ നിർമാല്യ ദർശനം നടത്തി നമ്മുടെ ഇന്ന സങ്കടത്തിനൊരു പൂർത്തീകരണം അല്ലെങ്കിൽ ഇന്ന വിഷമത്തിനൊരു മാറ്റം അല്ലെങ്കിൽ ഇന്ന കാര്യപ്രാപ്തി നടക്കുക എന്ന് പറയുന്ന സങ്കല്പത്തില് നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റ് ക്ഷേത്ര ദർശനങ്ങളെ പോലെ തന്നെയാണ് എങ്കിലും അതിലും കുറച്ചുകൂടി അനുഗ്രഹകല കിട്ടുന്ന സമയമാണ് രാവിലത്തെ നിർമാല്യ ദർശനം. കാരണം ആ സമയത്ത് ഭഗവാന്റെ ഒരു പ്രത്യേകമായി നിൽക്കുന്ന അനുഗ്രഹകല
പുറത്തേക്ക് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് തൊഴുത് ആ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പുണ്യം തന്നെയാണ്. രാവിലെ കുളിക്കണം, രാവിലെ കുളിച്ച് എണീക്കുകയൊക്കെ വേണം. ഈ 9 മണിക്ക് രാവിലെ എണീക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന പരിപാടിയല്ല നിർമ്മാല്യ ദർശനം. അതിരാവിലെ എണീറ്റ് ഭഗവാനെ തൊഴണം. കാരണം അതിരാവിലെ തന്നെ നിർമ്മാല്യ ദർശനം അവിടെ കഴിയും. അത് കഴിഞ്ഞൊരു ഗുണവും കൂടി ഉണ്ട്, അഭിഷേകാദികളും കൂടെ തൊഴാനുള്ള അവസരം കിട്ടുന്നുണ്ട് നമുക്ക്. തിരക്കില്ലാത്ത അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ അഭിഷേകം കണ്ട് തൊഴുക, അതും വളരെ കേമത്വം തന്നെയാണ്. കാരണം പറഞ്ഞാൽ അഭിഷേകത്തിന്റെ തീർത്ഥം ഒരല്പം സേവിക്കാൻ പറ്റുക. നേരത്തെ തന്നെ ഞാൻ പണ്ട് നമ്മൾ തമ്മിൽ സംവദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിലൂടെ തട്ടി ഇറങ്ങുന്ന ആ തീർത്ഥജലത്തിന്റെ ഒരു തുള്ളി തീർത്ഥം തീർത്ഥമായി നമ്മുടെ ശരീരത്തിൽ ഉള്ളിക്കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദിവ്യമായ അമൃതായ ഔഷധമായ ഒരു മരുന്ന് പോലെയാണ് ആ പ്രസാദം. ആ അഭിഷേക തീർത്ഥം സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. അത് കണ്ടു തൊഴുത് അത് സേവിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും പുറമേയും ഉണ്ടാകുന്ന എനർജിക്ക് വ്യത്യാസങ്ങളുണ്ട്. അത് രണ്ട് തരം ഓറകൾ തന്നെയാണ് നമുക്കുള്ളിൽ. അപ്പൊ നമ്മൾ ഇപ്പൊ അടുപ്പിച്ചുണ്ടാകുന്ന രോഗത്തിന്, അല്ലെ സങ്കടങ്ങൾക്ക്, ബുദ്ധിക്ക്, ആരോഗ്യത്തിന്, നല്ല ചിന്തകൾക്ക്, നല്ല കാഴ്ചകൾക്ക്, നല്ല ലക്ഷ്യത്തിലേക്കൊക്കെ മാറാനായിട്ട് ഈ ദിവ്യ ഔഷധം തന്നെയാണ് ഭഗവാന്റെ തീർത്ഥം. അത് സംശയമൊന്നും വേണ്ട. അപ്പൊ അഭിഷേകവും കൂടി തിരക്കില്ലാത്ത അമ്പലത്തിലാണ് നിർമ്മാല്യ ദർശനവും അഭിഷേകവും കണ്ട് തൊഴുത് ആ തീർത്ഥം മേടിച്ച് സേവിച്ചതിന് ശേഷം ഒരു ദിവസത്തെ ആരംഭം എന്ന് പറഞ്ഞാൽ വളരെ പുണ്യകരമാണ്, പുണ്യദായകം തന്നെയാണ്. സംശയമൊന്നും വേണ്ട, അതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ നിർമ്മാല്യ ദർശനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിർമ്മാല്യ ദർശനം നിങ്ങൾക്ക് 100% ഒരു കാര്യപ്രാപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഇത്ര ആഴ്ചകൾ, ഇത്ര ദിവസങ്ങൾ ഇങ്ങനെ കണക്കാക്കി നമുക്ക് മുന്നോട്ട് ചെന്നാൽ അതിന് ഒരു ഫലം നമുക്ക് ലഭിക്കും എന്ന് മാത്രമല്ല, പ്രത്യേകമായി നിൽക്കുന്ന ഒരു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വിവാഹാദികളൊക്കെ ആലോചിക്കുന്ന പെൺകുട്ടികളൊക്കെ ശിവക്ഷേത്രത്തില് തിങ്കളാഴ്ച ദിവസം നിർമ്മാല്യ ദർശനം നടത്തുക. നല്ല ജോലി, നല്ല സമ്പത്തുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തില് നിർമ്മാല്യ ദർശനം നടത്തുക. നല്ല വിദ്യാഭ്യാസം, നല്ല പഠിത്തത്തിൽ മുൻപിൽ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ IELTS എഴുതുന്നു, അല്ലെങ്കിൽ OET എഴുതുന്നു, അങ്ങനെ പറയുന്ന കുട്ടികൾക്ക് ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിന്റെ കൃഷ്ണന്റെ അമ്പലത്തിൽ നിർമ്മാല്യ ദർശനം നടത്തുക. അത് രോഗപീഠകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ശത്രുബാധകൾ കൊണ്ടും കഷ്ടപ്പെടുന്നവർക്ക് ചൊവ്വാഴ്ച ദിവസം നിർമ്മാല്യ ദർശനം നടത്തുക. ഒരു പൈസ പോലും മുടക്കില്ലാത്ത വളരെ സിമ്പിളായി നിൽക്കുന്ന ദർശന സുഖം കൊണ്ട് മാത്രം, പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ആ പുണ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ അവിടുത്തെ നിർമ്മാല്യ ദർശനം പാഴാക്കരുത്. നിർമ്മാല്യ ദർശനത്തോടെ കിട്ടുന്ന പുണ്യത്തെ നമ്മുടെ കുടുംബത്തേക്ക് ആഗിരണം ചെയ്യുക. പരമ്പരയ്ക്ക് അത് ബോധ്യമാവട്ടെ. അതൊരു വെള്ളരി ചിട്ടയാണ്, അത് വളരെ കേമത്വം തന്നെയാണ്. അപ്പൊ ആ നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, ഭഗവാനും കൂടെ അനുഗ്രഹിക്കേണ്ട ഭാഗ്യമാണ്. കാരണം രാവിലെ എണീറ്റ് വേണം. അതുകൊണ്ട് ആ ഒരു ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹകല അതിവിചിത്രമായിരിക്കും. നമസ്കാരം.